ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എബോർഷൻസ് നടക്കാനുള്ളതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ്. ആദ്യത്തെ 5 മാസത്തിൻ്റെ ഉള്ളിലാണ് കൂടുതലായിട്ടും എബോർഷൻസ് കണ്ടുവരുന്നത്. എന്താണ് എബോർഷൻ എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 5 മാസത്തിൻ്റെ ഉള്ളിൽ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നും ബേബി പുറത്തേക്ക് വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എബോർഷൻ. ഈ ഒരു എബോർഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് ട്രൈമസ്റ്റർ എബോർഷനും അതുപോലെ തന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ എബോർഷനും. ഫസ്റ്റ് ട്രൈമസ്റ്റർ എബോർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എബോർഷൻസിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എബോർഷൻ. 4-5 മാസങ്ങളിൽ നടക്കുന്ന എബോർഷനെ പറയുന്ന പേരാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എബോർഷൻ. സാധാരണ നമ്മളിപ്പം ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം എബോർഷൻസ് നടക്കുക എന്നുള്ളത് ഒരു നോർമലായിട്ട് ഒരു സ്ത്രീയിൽ കണ്ടുവരുന്നത് തന്നെയാണ്. എന്നാൽ 2-ൽ കൂടുതൽ തവണ, ഇത് 3, 4, 5 ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം എബോർഷൻസ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അവസ്ഥയെ പറയുന്ന പേര് ആവർത്തിച്ചുണ്ടാകുന്ന ഗർഭം അലസിപ്പോവൽ അല്ലെങ്കിൽ റീകറക്റ്റ് പ്രഗ്നൻസി ലോസ് എന്നാണ്. ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ച് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയിൽ ഈ നമ്പർ ഓഫ് എബോർഷൻസ് ഇങ്ങനെ കൂടിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ ഒരു RPL ഉണ്ടാകാൻ 2 കാരണങ്ങളാണുള്ളത്: മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സും നോൺ മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സും. ഈ മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് തന്നെ കാരണം കണ്ടെത്തി മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സ്. എന്നാൽ നോൺ മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് നോൺ മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സ്. അപ്പം ആദ്യം നമുക്ക് മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സിന് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് അമ്മയുടെ വയസ്സ് തന്നെയാണ്. ഇപ്പം ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഗർഭം അലസി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അത്ര ഏജ് ആവുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാകാൻ ശ്രമിക്കുകയാണെങ്കിൽ എബോർഷൻ ആവുന്നതിൻ്റെ ചാൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അമ്മയുടെ വെയിറ്റ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയൽ വെയിറ്റ് നമുക്ക് എപ്പോഴും ഒരു 18-ൻ്റെയും 25-ൻ്റെയും ഉള്ളിലായിരിക്കണം. 18-ൻ്റെ കുറവാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറവും, 25-ൻ്റെ കൂടുതലാണെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടും ഗർഭം അലസി പോകാനുള്ളതിൻ്റെ ചാൻസസ് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തേത് പറഞ്ഞാൽ സ്മോക്കിങ്, ആൽക്കഹോള്, ഡ്രഗ്സ് അഡിക്റ്റ്, ഈ ഒരു കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഗർഭം അലസി പോകാനുള്ളതിൻ്റെ ചാൻസ് ഉണ്ട്. അമ്മമാരിൽ മാത്രമല്ല, ഇത് അച്ഛന്മാരാണ് ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആവുന്നതെന്നുണ്ടെങ്കിലും എബോർഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണ്. പിന്നത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് അമ്മമാരിൽ കണ്ടുവരുന്ന രോഗങ്ങളാണ്. ഇപ്പം ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ BP, തൈറോയിഡ്. ഇപ്പം ഹൈപ്പർ തൈറോയിഡ് ആയിക്കോട്ടെ, ഹൈപ്പോ തൈറോയിഡോ ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിലും എബോർഷൻസിനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ PCOD ഉള്ള ഒരു സ്ത്രീയിൽ 30% മുതൽ 50% വരെ നമുക്ക് എബോർഷൻസിനുള്ള ചാൻസസ് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിന് നമുക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം എന്ന് നോക്കിക്കാണെങ്കിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞ പാടന്നെ നമുക്ക് ഒരു ഡോക്ടറെ പോയിട്ട് കാണണം. അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഏർലി പ്രഗ്നൻസി സ്കാൻസ് ഒക്കെ എടുക്കുമ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എബോർഷൻസിനുള്ള റിസ്ക് കുറവാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഫോളിക് ആസിഡ് അതുപോലെ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കാം. ഈ ഒരു ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ന്യൂറൽ ട്യൂബിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് മിസ്കാരേജിനുള്ള ചാൻസസും ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ്. പിന്നെയെന്ന് പറയുന്നത് സ്ട്രെയിനും സ്ട്രെസ്സും മാക്സിമം ഒഴിവാക്കുക. സ്ട്രെയിനുള്ള വർക്ക്സ് ഉണ്ട്, അല്പം വെയിറ്റ് പൊന്തിക്കുക, സ്റ്റെപ്പ് കയറുക, അങ്ങനെ നമ്മൾ ശരീരത്തിന് ഭാരം വരുന്ന ജോലികൾ എടുക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സ് ചെയ്യുന്നതും മാക്സിമം ഒഴിവാക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്മോൾ ടൈപ്പ് ഓഫ് എക്സസൈസ് എടുക്കുക. സ്വിമ്മിങ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാക്സിമം ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് എപ്പോഴും എടുക്കാൻ നോക്കുക. ഫുള്ളി ബോയിൽഡ് ആയിട്ടുള്ള ഫുഡ്സ് എടുക്കുക. ഇപ്പം റോ എഗ്ഗ് അങ്ങനത്തെ റോ മിൽക്കൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മളിപ്പം ഏതെങ്കിലും രോഗത്തിനൊക്കെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറോട് പറയുക ഇന്ന മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പ്രിക്വേഷൻസും കൂടി എടുത്തിട്ടുള്ള മെഡിസിൻസ് കഴിക്കാൻ നോക്കാം. പിന്നെ വരുന്നതാണ് നോൺ
മോഡിഫയബിൾ റിഫ്രാക്ടേഴ്സ്, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കാരണങ്ങളിൽ വരുന്ന എബോഷൻസ്. ഈ ഒരു എബോഷൻസിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം ക്രോമോസോമൽ അബ്നോർമാലിറ്റി നമുക്ക് 2 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്നെങ്കിൽ ക്രോമോസോമിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ 46 ഉള്ളത് 44ഓ 48ഓ അങ്ങനെ നമ്പേഴ്സിലുള്ള ഡിഫറൻസ് കൊണ്ടുവരാം. അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ, ഒരു സ്ഥലത്ത് വരേണ്ട ജനിതകം മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അങ്ങനെ നമുക്ക് ഈ 2 കാരണങ്ങൾ കൊണ്ടും ഈ ഒരു എബോഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് APL എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആൻറ്റി ഫോസ്ഫിലിഡ് ആൻറ്റിബോഡി സിൻഡ്രോം. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു കയറുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആ രോഗാണുവിന് എതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഒരു സിൻഡ്രോംസ് ഉള്ള ആൾക്കാരിൽ ഇപ്പം നമ്മുടെ യൂട്രസിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞിൻ്റെ പ്ലാസൻ്റയിലേക്കൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന ഈ ഒരു ആൻറ്റിബോഡീസ് ഈ ഒരു സിംറ്റംസ് ഉള്ളവരുടെ പ്ലാസൻ്റ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പ്ലാസൻ്റയിലേക്ക് എഫക്റ്റ് ചെയ്യുകയും പ്ലാസൻ്റ വൺ സൈഡൊക്കെ നശിച്ചു പോവുകയും അതുപോലെ കുട്ടിക്ക് ഓക്സിജൻ സപ്ലൈസ് കാര്യങ്ങൾ കിട്ടാണ്ട് കുട്ടി മരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ തേർഡ് റീസൺ എന്ന് പറയുന്നത് സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് ആണ്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗത്തിന് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് എബോഷൻസ് കണ്ടുവരുന്നത് 16 to 29 വീക്സിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഈ ഒരു സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് മൂലം ഉണ്ടാകുന്ന എബോഷൻസ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് അവർ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫീറ്റസിൻ്റെ ഗ്രോത്ത് പ്രോപ്പർ ആണെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ അടിയിൽ സ്റ്റിച്ച് ഇടുമ്പം ഇതുമൂലം ഉണ്ടാകുന്ന എബോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാവുന്നതാണ്. പിന്നെ വരുന്നത് ജെനറ്റിക്കൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന എബോഷൻസ് ആണോ, ഇതും നമുക്ക് ഡോക്ടേഴ്സിനെ കാണുമ്പം അവർ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഫീവറാണ്. ചിലരൊക്കെ വിചാരിക്കും ഫീവർ ഉണ്ടാകുന്ന സമയത്ത് മെഡിസിൻസ് എടുക്കുന്നത് മൂലമാണ് കുട്ടിക്ക് പ്രശ്നം എന്ന്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഡോക്ടർ എന്തായാലും കാണണം. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ടാബ്ലറ്റ്സ് അവർ തരുന്നതായിരിക്കും. എപ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എബോഷനെ പറ്റി പറയാനുള്ളത്. അപ്പം മാക്സിമം നമുക്ക് തന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതായത് സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക, സ്ട്രെയിൻ ചെയ്യാണ്ടിരിക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുക. അതും ഏജ് ഓവർ ആവുന്നതിന് മുമ്പ് തന്നെ ഗർഭധാരണം മാക്സിമം നമ്മൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. താങ്ക് യു.